മതി താങ്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലു. അപ്പൊ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നാ വിചാരിച്ചേ. ഇപ്പൊ സമയം 9:30. ഞങ്ങളിത് സർവേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പൊ ഇത് സിസ്റ്റർ കഴിച്ചത് സമൂസ വേണോ വട വേണോ എന്താണ് എടുത്തോളാം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് ഇനി സർവേക്ക് പോണ വിശേഷങ്ങൾ അന്നേരം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് അംഗൻവാടിയിട്ടാട്ടോ. ഇവിടുത്തെ പാൽവാടി എന്നറിയപ്പെടുന്ന അംഗൻവാടിയിട്ട്. ഞങ്ങളിത് ചെന്നപ്പോൾ എല്ലാ പിള്ളേരും എണീറ്റിന്ന് ഗുഡ് മോർണിംഗ് അക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ല നല്ല കൂട്ടായിരുന്നുണ്ട് ഞങ്ങൾ എല്ലാവരുടെ അടുത്ത്. ഇന്നത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് ഇമ്മ്യൂണൈസേഷൻ ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല കുഞ്ഞു പിള്ളേരാണ്. ഇത് ഒരു 10:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഏരിയയായിട്ട് പോവാട്ടോ, എന്ന് വെച്ചാൽ സർവേക്ക് പോവായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സെൻസസ് എടുക്കണ ഞാനും ബിജുക്കുട്ടനാട്ടോ. അപ്പോൾ ബിജുക്കുട്ടൻ എന്ന് വെച്ചാൽ അലീന ബിജു ആണ്, ഞാൻ വിളിക്കുന്നത് ബിജുക്കുട്ടൻ എന്നാണ്. അപ്പോൾ ഞങ്ങളാണ് ഇവിടുത്തെ സെൻസസ് എടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തമിഴ് അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടു. എന്നാലും അത്യാവശ്യം ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്താട്ടോ എല്ലാം സർവേയും കംപ്ലീറ്റ് ചെയ്തേ. ഞങ്ങളിങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് അവിടെ ANC മദേഴ്സ് ഉണ്ടോയെന്നും അണ്ടർ 5 ചൈൽഡ് ഉണ്ടോയെന്നും അവർക്ക് ഇമ്മ്യൂണൈസേഷൻ എടുത്തോന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആട്ടോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഞങ്ങളൊരു 14 വീട് കയറി മടുത്തു. എന്നാലും കുറച്ച് വീടും കൂടി എടുക്കാനുണ്ട് സർവേ. തമിഴ്നാട്ടിലെ തെങ്ങിൻ തോപ്പ് ഗൈസ്, അത്യാവശ്യം കേരള നമ്മുടെ നാട്ടിലെ മാതിരിയുള്ള സെറ്റപ്പ് ഒക്കെ ആട്ടോ ഗൈസ്. ഫുള്ളും കണ്ടോ, ഞങ്ങള് ഇത് ശരിക്കും തമിഴ്നാട് തന്നെ ആണോന്ന് പോലും അറിയാൻ പറ്റില്ല. കാരണം നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ, നല്ല ഊഷ്മളത, നല്ല ബിജുക്കുട്ട. ഗൈസ്, അങ്ങനെ ഞങ്ങളിതേ അടുത്ത അപ്പുറത്തെ സൈഡില് കുറച്ച് സർവേക്ക് വീട് എടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. മടുത്ത ബിജുക്കുട്ട ഇല്ല. ഞങ്ങൾ അത്യാവശ്യം കയറിയ എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് കണ്ടുവന്നതാട്ടോ പശുക്കളും പശുക്കിടാങ്ങളും ഒക്കെ. അപ്പം ഞാൻ അവിടെ ചേച്ചിയോട് ചോദിച്ചത് എന്താ എല്ലാ വീട്ടിലും അത്യാവശ്യം ഉണ്ടല്ലോ, എന്ത് സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ശരിക്കും ഇവരുടെ ഒരു ബിലീഫാട്ടോ. ഇവര് ദൈവത്തെ പോലെ ഇവരെ കാണണേയും പരിചരിക്കണേയും ഒക്കെ. നിങ്ങളിനി കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവരുടെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ടില് മുറ്റത്ത് ഇങ്ങനെ ചാണകം മെഴിഞ്ഞിടുന്ന സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ പൂർവികർ ചെയ്ത സംഭവം മാതിരിയാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. ഞങ്ങൾ പോയ ഏരിയ ഫുൾ നെയ്ത്ത് ഗ്രാമമായിരുന്നു കേട്ടോ. എല്ലാ വീട്ടുകളിലും ഇങ്ങനെ നെയ്ത്തുശാല. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ TV-യിലും അങ്ങനെ സോഷ്യൽ മീഡിയാസിൽ മാത്രമല്ല ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഇത് ശരിക്കും വേറൊരു വൈബായിരുന്നു ഇതൊക്കെ. ഗൈസ്, അങ്ങനെ ഞങ്ങക്ക് ദാഹിച്ചപ്പോ ദേ ഒരു 7up ഒക്കെ ആയിട്ട് കുടിക്കുകയാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഞങ്ങൾ പോയ എല്ലാ വീട്ടിലും അവിടുത്തെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ ആയിട്ട് സംസാരിച്ചത്. കാരണം മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെയും കൂടുതൽ ഭയങ്കര ഇഷ്ടം. എന്താ അറിയില്ല, അവർക്ക് ഭയങ്കര മലയാളികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാ സംഭവം വാങ്ങി തരുവാനും എന്ത് കാര്യം ചോദിച്ചാലും ഭയങ്കര സ്നേഹവും ഭയങ്കര കാര്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടന്നതൊക്കെ. ഗൈസ്, അപ്പൊ ഇപ്പൊ എത്ര മണിയായിട്ട് ബിജുക്കുട്ട? 12:04. അപ്പൊ ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ പോണ സമയം ആവാറായി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി സെന്ററിൽ പോണം, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ പോകും. നല്ല ഏരിയ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് ബിജുക്കുട്ട അത്യാവശ്യം നല്ല ഏരിയ ആണ്. അത്യാവശ്യം ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും അത്യാവശ്യം നല്ല പെരുമാറ്റം, സംസാരവും എല്ലാവരും അടിപൊളിയാണ്. ഇവിടെ കൂടുതലും ഇങ്ങനെ നെയ്ത്തുശാലയും. ഞങ്ങളിത് ലാസ്റ്റ് കയറിയ വീട്ടിൽ ഒരു ചേച്ചിയും കൊച്ചായിരുന്നു കേട്ടോ. ചെറിയൊരു കുടുംബമായിരുന്നു കേട്ടോ. നല്ല തക്കടുമുട്ടൻ കൊച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ കുഞ്ഞു കൊച്ചുങ്ങൾ എന്നിട്ട് നല്ല ബബിള് പോലെ ഇരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളൊരു 40-50 വീടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞതേ തിരിച്ച് ഞങ്ങളിത് സെന്ററിയിട്ട് പോവാട്ടോ. ഇതേ ആ ഫ്രണ്ടിൽ നടക്കണേട്ടോ ഞങ്ങളുടെ സിസ്റ്റർ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നടന്നൊക്കെ ആട്ടോ വന്നത്. അപ്പോൾ ഭയങ്കര ക്ഷീണിച്ചായിരുന്നു. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കാറിൽ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഓടിച്ചാടിയാണ് കയറുന്നത്. അങ്ങനെ സിസ്റ്റർ ഫ്രണ്ടിൽ കയറിയതേ ഞങ്ങളെ ബാക്കിൽ കയറി. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് നോക്കി ദൂരക്കാഴ്ചകൾ കാണുക കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ജംഗ്ഷൻ കഴിയുമ്പോഴും കോവിലുകൾ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ സെന്ററിൽ എത്തിയപ്പോൾ കേട്ടോ, സെന്ററിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ പലതരം ചെടികളൊക്കെ വെച്ചിട്ടുള്ള. എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു എൻ്റെ അമ്മ ഇപ്പം എന്തോരം ചെടികൾ മേടിച്ചു കൂട്ടിയേനാണ്.
ബസ് കയറി ഓൾഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവിടെ ഈസി ടു ബൈ എന്ന് പറഞ്ഞ കട കണ്ടത്. പിന്നെ ഒന്നും ഓർത്തില്ല, ക്രിസ്മസിന് വേണ്ടിയുള്ള ഡ്രസ്സ് മേടിക്കാന്ന് ഓർത്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സംഭവം കൈവിട്ട് പോയി. കാരണം എന്തെടുക്കണം എന്ന് തന്നെ കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ക്രിസ്മസിൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തില്ല, വേറെ ഒരു ജീൻസും ടോപ്പും ഞാനൊന്ന് എടുത്തു. അങ്ങനത്തെ ഡ്രസ്സൊക്കെ മേടിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ പോകട്ടോ. സമയം ഇപ്പോൾ ഒരു 4-4:30 ആയി കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വന്നവരേക്കും ബൈ ബൈ.